ജനറൽ വെക്ടർ സ്പേസസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. റാങ്ക് നള്ളിറ്റി തിയറവുമായിട്ട് ബന്ധപ്പെട്ട ചില റിസൾട്ടുകൾ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും പഠിക്കുന്നത്. സോ ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മെട്രിക്സുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 6 വെക്ടർ സ്പേസസ് ആണ് ഞാനിനി പറയുന്നത്. റോ സ്പേസ് ഓഫ് എ, സിമിലർലി റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്, കോളം സ്പേസ് ഓഫ് എ, column space of A transpose, null space of A, null space of A transpose. So if we have a matrix A, we can think about its transpose. So ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ റിലേഷൻസ് ബിറ്റ്വീൻ ദീസ് 6 സ്പേസസ്, ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഓർ ഇവരുടെ ഡയമെൻഷൻസ് തമ്മിൽ എന്താണ് ബന്ധം. സോ ആദ്യത്തെ തിയറം ഇതാണ്. ഇഫ് എ ഈസ് any matrix, rank of A is same as rank of A transpose. ഒരു മെട്രിക്സിനും അതിൻ്റെ ട്രാൻസ്പോസിനും ഒരേ റാങ്ക് തന്നെയാണ് ഉണ്ടായിരിക്കുക. സോ നമുക്കിത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറ്റുക നോക്കാം. റാങ്ക് ഓഫ് എ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ. എയുടെ റോ സ്പേസ് എന്ന് പറയുന്നതും എ ട്രാൻസ്പോസിൻ്റെ കോളം സ്പേസ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. കാരണം എയിലെ റോകളാണ് എ ട്രാൻസ്പോസിൽ കോളമായിട്ട് വരുന്നത്. സോ ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ ഈസ് സെയിം ആസ് ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ റോ സ്പേസിൻ്റെ ഡയമെൻഷനും കോളം സ്പേസിൻ്റെ ഡയമെൻഷനും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസിൻ്റെ ഡയമെൻഷനും കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസിൻ്റെ ഡയമെൻഷനും സെയിം തന്നെയാണ്. അതിനെയാണ് നമ്മൾ റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് വിളിക്കുക. സോ റാങ്ക് ഓഫ് എ ഈസ് സെയിം ആസ് റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ്. നൗ നമുക്ക് റാങ്ക് നള്ളിറ്റി തിയറം അറിയാം. സപ്പോസ് എ ഈസ് ആൻ m/n മെട്രിക്സ്. വി ആർ അപ്ലൈയിങ് റാങ്ക് നള്ളിറ്റി തിയറം ഓർ dimension theorem for matrices. Then ആ തിയറം നമ്മൾ എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സിന് അപ്ലൈ ചെയ്യാണ്. സോ ഇവിടെ എക്ക് ഇഫ് എ ഈസ് ആൻ m/n മെട്രിക്സ്, വി നോ ദാറ്റ് എ ട്രാൻസ്പോസ് ഈസ് ആൻ n/m മെട്രിക്സ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് n-ഉം നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് m-ഉം ആയിരിക്കും. ഓക്കെ, സോ റാങ്ക് നള്ളിറ്റി തിയറം പ്രകാരം നമുക്ക് പറയാം റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് പ്ലസ് നള്ളിറ്റി ഓഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു m. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ തിയറത്തിൽ നമ്മൾ പറഞ്ഞത് ഇതാണ്, റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ഇസ് സെയിം ആസ് റാങ്ക് ഓഫ് എ. വി ക്യാൻ സേ ദാറ്റ് റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു m എന്ന് നമുക്ക് പറയാം. ഈ റിസൾട്ടുകളിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് ചില ഫോർമുലാസിലേക്ക് എത്തുകയാണ്. ഇഫ് എ ഈസ് ആൻ m/n മെട്രിക്സ്, യു ആർ ഗിവൺ ആൻ m/n മെട്രിക്സ്, നമുക്ക് എയുടെ റാങ്ക് കാണാനറിയാം. ഓക്കെ, സോ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 6 എന്ന് നമുക്ക് കിട്ടിയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ എന്ന് പറയുന്നതും 6 തന്നെയാണ്. ബിക്കോസ് വി നോ ദാറ്റ് ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഈസ് സെയിം ആസ് ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ്. ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നത് n-6 ആയിരിക്കും. കാരണം നമുക്കറിയാം റാങ്ക് പ്ലസ് നള്ളിറ്റി വിൽ ബി n. സോ നള്ളിറ്റി വിൽ ബി ഈക്വൽ ടു n-r. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ കുറേ ആൾക്കാരെയും കൂടി കിട്ടുന്നുണ്ട്. ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് വിൽ ബി സെയിം ആസ് r. കാരണം റോ സ്പേസ് ഓഫ് എയുടെയും റാങ്ക് ഓഫ് എ ഇസ് സെയിം ആസ് റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ്. അപ്പോൾ റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് ആണ്. സോ ഇറ്റ് ഇസ് r. ഇതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും ഇതേ 6 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതുപോലെ നമുക്കൊരു സ്പേസും കൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ, നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്.
അവിടെ വീണ്ടും നമ്മൾ റാങ്ക് നള്ളിറ്റി തിയറം യൂസ് ചെയ്യാണ്. ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ആർ പ്ലസ് നള്ളിറ്റി ഓഫ് എ ട്രാൻസ്പോസ് will be same as number of columns in A transpose, it is M. So nullity of A transpose will be M minus R. So dimension of null space of A transpose is M minus R. Okay, so റാങ്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ സ്പേസുകളുടെ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ കാണാം, ഒരു പ്രോബ്ലം. Find rank and nullity of A and A transpose where A is a 4/3 matrix. നമുക്കിവിടെ തന്നിട്ടുണ്ട് ഒരു 4/3 മെട്രിക്സ് ആണ് A. സോ ഞാൻ ആദ്യം എയുടെ റാങ്ക് കണ്ടുപിടിക്കുകയാണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ലീഡിങ് എലമെൻറ്റ് 1 ആണ്. അതിൻ്റെ താഴേക്കുള്ള എല്ലാവരും 0 ആക്കണം. ആ 0 ആക്കാൻ വേണ്ടി ഞാൻ എലമെൻ്ററി റോ ട്രാൻസ്ഫർമേഷൻസ് ഇവിടെ നടത്തുകയാണ്. സോ ദാറ്റ് ഐ വിൽ ചേഞ്ച് R2 ടു R2 പ്ലസ് R1. സോ എനിക്ക് രണ്ടാമത്തെ റോ കിട്ടി. അതുപോലെ ഐ വിൽ മേക്ക് R3 ആസ് R3 മൈനസ് 2R1. സോ എൻ്റെ തേർഡ് റോ മുഴുവനായിട്ട് 0 ആയിപ്പോയി. ലാസ്റ്റ് റോ ഫസ്റ്റ് എലമെൻ്റ് ഓൾറെഡി 0 ആണ്. സോ അതങ്ങനെ തന്നെ നമുക്ക് എടുത്തെഴുതാം. ഇനി എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് ലീഡിങ് എലമെൻറ്റ് നമുക്ക് 1 ആക്കണം. സോ ഡിവൈഡ് ദ സെക്കൻഡ് റോ വിത്ത് 5. സോ ഞാനിവിടെ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഇനി എനിക്ക് ഈ 1ന് താഴേക്കുള്ള ഇപ്പോൾ ഇവിടെ ഈ 1 ആണ് നമ്മുടെ ലീഡിങ് 1 ആയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ താഴേക്കുള്ള എല്ലാ എൻട്രീസും 0 ആക്കണം. സോ തേർഡ് റോയിൽ ഓൾറെഡി നമുക്ക് 0 ആണ്. ഫോർത്ത് റോയിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് R4 മൈനസ് R2 ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ദിസ് മെട്രിക്സ്. ഇവിടെ നമുക്ക് കാണാം, നമുക്ക് 3 നോൺ സീറോ റോസ് ആണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ റോ എക്കലൻ ഫോം ആയിട്ടുണ്ട്. റോ എക്കലൻ ഫോമിലെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് 3 ആണ്. സോ റാങ്ക് ഓഫ് എ ഈസ് 3. R ഈസ് 3. R 3 ആണെങ്കിൽ നമുക്ക് നള്ളിറ്റി കണ്ടുപിടിക്കാം. എ ഈസ് എ 4/3 മെട്രിക്സ്. അപ്പോൾ ഇവിടെ M 4 ആണ്, N 3 ആണ്, Rഉം 3 ആണ്. സോ ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നത് R ഇസ് ഈക്വൽ ടു 3. ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് മൈനസ് റാങ്ക് N മൈനസ് R ആണ്. സോ ഇറ്റ് ഈസ് 3 മൈനസ് 3 ഈക്വൽ ടു 0. അതായത് ഇവിടെ നൾ സ്പേസ് ഓഫ് എ എന്ന് പറയുന്നത് നൾ സ്പേസ് ഓഫ് എയുടെ ഡയമെൻഷൻ 0 ആണ് എന്ന് വെച്ചാൽ നൾ സ്പേസ് ഓഫ് എയിൽ 0 വെക്റ്റർ മാത്രമേ ഉള്ളൂ എന്നാണ് അർത്ഥം. അടുത്തതായിട്ട് നമുക്ക് ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ തന്നെയാണ്, വിച്ച് ഇസ് 3. സോ നമുക്കിവിടെ റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമുക്ക് നള്ളിറ്റി ഓഫ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. നള്ളിറ്റി ഓഫ് എ ട്രാൻസ്പോസ് ഇസ് M മൈനസ് R, ദാറ്റ് ഈസ് 4 മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 1. സോ നമുക്കിവിടെ കാണാം നൾ സ്പേസ് ഓഫ് എയുടെ ഡയമെൻഷനും നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസിൻ്റെ ഡയമെൻഷനും സെയിം ആവണം എന്നില്ല. പക്ഷേ നമുക്ക് റാങ്ക് ഓഫ് എ അറിയാമെങ്കിൽ ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും.